ഇനിയിപ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ആനയെ പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിലേക്ക് കയറ്റേണ്ടിയിരിക്കുന്നു. അത് ഏത് രീതിയിൽ സാധ്യമാകും എന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ഫസ്റ്റ് റൗണ്ട് മയക്കുവെടിയാണ് ഇപ്പോൾ ആനയ്ക്ക് വെച്ചിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷമാണ് ഏത് രീതിയിലുള്ള ചികിത്സ ആനയ്ക്ക് നൽകണം എന്നതിൽ വനംവകുപ്പ് ഒരു തീരുമാനമെടുക്കുക. ഗുരുതരമായ പരിക്ക് തന്നെയാണ് ആനയ്ക്കുള്ളത്. ആനയുടെ വായുഭാഗത്താണ് സാരമായ പരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒരു 2-3 ദിവസമേ ആയിട്ടുണ്ടാവുകയുള്ളൂ പരിക്കേറ്റിട്ട് എന്നാണ് വനംവകുപ്പിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ആനയുടെ സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. കയറ് കെട്ടിക്കൊണ്ട് ആനയെ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. മയക്കുവെടി വെച്ച സിറിഞ്ച് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആനയുടെ കാലുകൾ കയറുകൊണ്ട് കെട്ടി അവിടെ നിന്ന് വലിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം എന്ന് വേണം കരുതാൻ. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ്, ഇപ്പോൾ ആനയെ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? മയക്കുവെടി വെച്ച് മയങ്ങിക്കൊണ്ടിരിക്കുന്ന ആനയുടെ കാലുകളിൽ വടം കെട്ടി അതിനെ വണ്ടിയിലേക്ക് കയറ്റുക എന്ന പ്രവൃത്തിയിലേക്കാണ് കടന്നിട്ടുള്ളത്. അതിന്റെ പിൻഭാഗത്തുള്ള കാലുകളും അതുപോലെ മുൻഭാഗത്തുള്ള കാലുകളും ഈ വടം പ്രത്യേകമായ കയറുപയോഗിച്ച് കെട്ടി അതിനെ വാഹനത്തിലേക്ക് കയറ്റണം. അതിലെ കാലുകൾ ബന്ധിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതോടൊപ്പം ഈ സ്വഭാവത്തിൽ ആനയെ മയക്കുവെടി വെച്ച് മയങ്ങിയ ആനയെ കാലിൽ വടം വെച്ച് കെട്ടിയ സമയത്ത് കഴിഞ്ഞ തവണ വയനാടിൽ ഒരു വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ ഈ കാട്ടാന ആക്രമണം നടത്തിയ ഒരു സംഭവമുണ്ട്. പക്ഷെ ഇത് കുട്ടിയാനയാണ്. അതോടൊപ്പം തന്നെ ഇതിന് ഗുരുതരമായി പരിക്കുണ്ട്, ശാരീരിക അവശതകളുണ്ട്. അത്തരത്തിലൊരു ആക്രമണത്തിന് സാധ്യതയില്ല എന്നാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷെ ഇത്തരത്തിൽ കയറ് കെട്ടി ആനയെ കൂട്ടിലേക്ക് കയറ്റുന്ന സമയത്താണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വനംവകുപ്പ് ജീവനക്കാരനെ കാട്ടാന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സ്വഭാവത്തിൽ മയക്കുവെടി ഏറ്റാലും ആനകൾക്ക് വലിയ ശക്തിയോടുകൂടി ആക്രമിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ആനയുടെ കാലുകൾ പ്രത്യേകമായി ബന്ധിപ്പിക്കുന്നുണ്ട്. അത് ബന്ധിപ്പിച്ചതിന് ശേഷം അതിനെ കൂട്ടിലേക്ക് പ്രത്യേകമായ വാഹനത്തിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം ആരംഭിക്കും. ഇതിന് ഗുരുതരമായി പരിക്കുള്ളത് കൊണ്ടും ശാരീരിക അവശതയുള്ളത് കൊണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് തീറ്റെടുക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ശാരീരിക അവശത നന്നായി അനുഭവിക്കുന്നുണ്ട്. ആ കാരണത്താൽ തന്നെ ഇതിന് കൂടുതൽ ആക്രമണ സ്വഭാവം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ആനയെ കയറുകൊണ്ട് ബന്ധിക്കുന്ന പ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. അത് നമ്മുടെ ദൃശ്യങ്ങളിൽ നേരിട്ട് കാണാൻ ഏറ്റവും അടുത്തുനിന്നുള്ള ദൃശ്യങ്ങൾ. ഇപ്പോൾ പൂർണ്ണമായും ആളുകൾ ഈ ആനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത്രയധികം ആന അത് പ്രകോപനമുണ്ടാക്കില്ല എന്ന് വനംവകുപ്പ് ജീവനക്കാർ ഉറപ്പിച്ചിരിക്കുന്നു. അതിന് പൂർണ്ണമായും കയറുകെട്ടി ബന്ധിപ്പിച്ചു. അതിന്റെ കാലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. കഴുത്ത് വഴി അതിന്റെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായും ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത് കാണാൻ കഴിയും അതിന്റെ പരിക്ക് ഗുരുതരമാണ്. അതിന്റെ തുമ്പിക്കൈയോട് ചേർന്ന് വായുടെ ഭാഗത്ത് പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളത്. അത് കാരണം തന്നെയാണ് അത് ഭക്ഷണം എടുക്കാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഭക്ഷണം എടുക്കാൻ പ്രയാസപ്പെട്ടിരുന്നു. അതോടൊപ്പം വെള്ളം കുടിക്കാൻ അതിന് കഴിഞ്ഞിരുന്നില്ല. രാവിലെ മുതൽ ഇവിടെ ഈ ഒരു റബ്ബർ തോട്ടത്തിലാണ് ഈ ആന ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് വെള്ളം കൊടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിലും അതിന് വെള്ളം കുടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അല്പസമയം മുൻപാണ് പ്രത്യേക മെഡിക്കൽ സംഘം ഇവിടെ എത്തി അതിന് ഈ മയക്കുവെടി വെച്ചത്. 1ാം ഘട്ട മയക്കുവെടി വെച്ചതിന് ശേഷം അത് മയങ്ങി തുടങ്ങിയപ്പോൾ അതിന്റെ കാലുകൾ പ്രത്യേകമായി ബന്ധിപ്പിച്ചതിന് ശരീരം പൂർണ്ണമായും ബന്ധിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഈ വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് ശ്രമം നടത്തുന്നത്. ഇപ്പോൾ പ്രത്യേകം സജ്ജീകരിച്ച വാഹനം ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം നടക്കുന്നു. പ്രത്യേകമായി അതിന്റെ വാഹനം ഇവിടെ എത്തിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. കയറുകൾ കെട്ടിയിരിക്കുകയാണ്. കഴുത്തിലും അതുപോലെ തന്നെ 4 കാലുകളിലും കയറുകൾ കെട്ടി അതിനെ പതിയെ അവിടെ നിന്ന് വലിച്ച്
വാഹനത്തിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ വാഹനം പതിയെ ആനയുടെ അടുത്തേക്ക് നീങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. സാരമായ പരിക്ക് തന്നെയാണ്. എപ്പോഴും വന്യജീവി ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കാട്ടാനകളെയും അതുപോലെ തന്നെ കടുവയും ഒക്കെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ നമ്മൾ പലപ്പോഴായി ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെയുള്ള വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരാന പരിക്ക് പറ്റി അതിൻ്റെ വേദന അനുഭവിക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ കഴിയുന്നതുമല്ല എന്ന് തന്നെയാണ്. സാരമായ പരിക്ക് തന്നെയാണ് ആ കുട്ടിക്കൊമ്പന്, ആ കാട്ടാനയ്ക്ക് ഉള്ളത്. വായഭാഗത്താണ് പരിക്ക് പറ്റിയത്. അത് എങ്ങനെ പറ്റി എന്നതിൽ കൂടി ഇനിയൊരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. 2-3 ദിവസമേ ആയുള്ളൂ ആ പരിക്ക് എന്നാണ് വനംവകുപ്പ് വിലയിരുത്തുന്നത്. പക്ഷേ എങ്കിലും കഴിഞ്ഞ 2-3 ദിവസമായി ആ ആനയ്ക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. തീർത്തും അവശനിലയിൽ തന്നെയാണ് ആനയുള്ളത്. അതുകൊണ്ട് കൂടിയാണ് ഏറ്റവും ഒടുവിൽ അതിനെ മയക്കുവെടിവെച്ച് ചികിത്സയ്ക്കായി കൊണ്ടുപോകാൻ വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ആനയെ പതിയെ കയറ് കെട്ടി വലിച്ച് വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ.